ചാരപ്രവർത്തനവും തിമ്മിങ്കലവും എന്തെങ്കിലും ബന്ധമുണ്ടോ? കേൾക്കുമ്പോൾ അത്ഭുതമൊക്കെ തോന്നുമെങ്കിലും ഇവ രണ്ടും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. നോർവേയിൽ ഒരു തിമ്മിങ്കലത്തെ ചത്ത നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരം ചർച്ചകളൊക്കെ തുടങ്ങിയത്. കാരണം ചത്തത് വെറും ഒരു തിമ്മിങ്കലമായിരുന്നില്ല, അതൊരു സെലിബ്രിറ്റി തിമ്മിങ്കലമായിരുന്നു. ബെലൂഗ എന്ന ഇനത്തിൽപ്പെട്ട ഹ്വാൾദിമിർ തിമ്മിങ്കലത്തെ ആഗസ്റ്റ് 31 ചത്ത നിലയിൽ കണ്ടെത്തുന്നു. ജീവൻ നഷ്ടപ്പെടുന്ന 2 മണിക്കൂർ മുൻപ് ആരോഗ്യത്തോടെ നീന്തി കളിച്ചിരുന്ന തിമ്മിങ്കലത്തിന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നാണ് ഹ്വാൾദിമിറിന്റെ ആരാധകർക്ക് അറിയേണ്ടത്. തിമ്മിങ്കലത്തിന്റെ ദേഹത്ത് നിരവധി മുറിവുകളും കണ്ടെത്തി. ഹ്വാൾദിമിറിനെ മനഃപൂർവ്വം കൊന്നതാണെന്ന് അവിടുത്തെ മൃഗസംരക്ഷണ സംഘടനകൾ അവകാശപ്പെടുന്നുണ്ട്. അതിനുമുണ്ട് കാരണങ്ങളേറെ. ഹ്വാൾദിമിർ ഒരു ചാര തിമ്മിങ്കലമാണോ എന്ന സംശയമാണ് അതിൽ പ്രധാനപ്പെട്ടത്. 2019 നോർവേയിലെ ഫിൻമാർക്ക് മേഖലയിലാണ് വെള്ള ബെലൂങ്ക തിമ്മിങ്കലമായ ഹ്വാൾദിമിറിനെ ആദ്യമായി കണ്ടെത്തിയത്. എല്ലാവരുമായി അത് വേഗത്തിൽ ഇണങ്ങി. കഴുത്തിൽ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള ഉപകരണം എന്ന് രേഖപ്പെടുത്തിയ കോളർ ബെൽറ്റ് കണ്ടെത്തിയതോടെയാണ് റഷ്യയുടെ ചാര തിമ്മിങ്കലമാണോ എന്ന സംശയമുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ അത് റഷ്യയുടെ ചാര തിമ്മിങ്കലമാണോ? ചാരവൃത്തിക്കായി പല രാജ്യങ്ങളും പക്ഷികളെയും മൃഗങ്ങളെയും പരിശീലിപ്പിച്ചെടുക്കാറുണ്ട്. ഇതുവരെ തിമ്മിങ്കലത്തിന്റെ ഉടമസ്ഥത ഏറ്റെടുക്കാൻ റഷ്യ തയ്യാറായിട്ടില്ല. എങ്കിലും ആ സാധ്യത തള്ളിക്കളയാനുമാകില്ല. കാരണം ശീതയുദ്ധ കാലഘട്ടത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി നിരവധി ബെലൂഗ തിമ്മിങ്കലങ്ങളെ ചാരവൃത്തിക്കായി പരിശീലിപ്പിച്ച ചരിത്രം റഷ്യയ്ക്കുണ്ട്. കൂടാതെ ഇത്തരത്തിൽ തിമ്മിങ്കലങ്ങളെ പാർപ്പിക്കുന്ന രഹസ്യ കേന്ദ്രങ്ങളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നോവ, വൺ തുടങ്ങിയ സംഘടനകൾ പരാതി നൽകിയിട്ടുമുണ്ട്. എങ്ങനെയാണ് തിമ്മിങ്കലങ്ങളെ ചാരവൃത്തിക്കായി ഉപയോഗിക്കുന്നത്? അത് സാധ്യമാണോ? സെറ്റേഷ്യസ് എന്നറിയപ്പെടുന്ന കടൽ ജീവി വിഭാഗത്തിൽപ്പെടുന്നവയാണ് തിമ്മിങ്കലങ്ങളും ഡോൾഫിനുകളും. മനുഷ്യരുമായി വളരെ വേഗം ഇണങ്ങുന്നവയാണ് ആർട്ടിക് സമുദ്ര മേഖലയിൽ കാണപ്പെടുന്ന ബെലൂഗ തിമ്മിങ്കലങ്ങൾ. നല്ല ബുദ്ധിശക്തി ഉള്ളതിനാൽ തന്നെ നായ്ക്കളെ പരിശീലിപ്പിക്കുന്നത് പോലെ ഇവയെ കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. സമുദ്രത്തിന്റെ 40 മുതൽ 60 അടി വരെയുള്ള തട്ടിൽ ജീവിക്കുന്നവരാണ് ബെലൂഗ തിമ്മിങ്കലങ്ങൾ. ഗ്രീൻലാൻഡ്, വടക്കൻ നോർവേ, റഷ്യ എന്നിവിടങ്ങളിലെ മഞ്ഞു മൂടിയ വെള്ളത്തിലാണ് പൊതുവെ ഇവയെ കണ്ടുവരുന്നത്. ചാരവൃത്തി പോലുള്ള അതീവ രഹസ്യമായ കാര്യങ്ങൾക്ക് എന്തിനാണ് ഇവയെ തിരഞ്ഞെടുക്കുന്നത്? അതിനു പിന്നിലും ഒട്ടേറെ കാരണങ്ങളുണ്ട്. സോളാർ ശബ്ദതരംഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് ഈ ജീവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഭക്ഷണം കണ്ടെത്തുന്നതിനും എന്തെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോ സോളാർ ശബ്ദതരംഗങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മനുഷ്യനിർമ്മിത വസ്തുക്കൾ കണ്ടെത്തുന്നതിനായും ഉപയോഗിക്കാൻ സാധിക്കും. ആഴത്തിൽ മുങ്ങാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. അതിനാൽ നാവികസേന, മുങ്ങൽ വിദഗ്ധരും ഇവയുടെ സഹായം പ്രയോജനപ്പെടുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പല നിർണായകമായ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ കഴിയുന്നവയാണ് ബെലൂഗ വിഭാഗത്തിൽപ്പെട്ട തിമ്മിങ്കലങ്ങൾ. അതോടൊപ്പം തന്നെ ഇവയുടെ സുരക്ഷയും ചോദ്യചിഹ്നമാകുന്നു. അതിനാലാണ് പല മൃഗസംരക്ഷണ സംഘടനകളും ഇതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയതും.